അതുകൊണ്ട് പ്രധാനമന്ത്രി ഒരു കല്യാണത്തിന് വന്നതുകൊണ്ട് തൃശ്ശൂരിൽ ജയിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് അനാവശ്യമായിട്ടുള്ള സ്വപ്നമാണെന്ന് മാത്രമല്ല, അതിനുവേണ്ടി വെച്ച വെള്ളം വാങ്ങി വയ്ക്കുകയായിരിക്കും നല്ലത്. പ്രധാനമന്ത്രി 2 തവണ തൃശ്ശൂർ എത്തിയതുകൊണ്ട് പ്രത്യേകമായൊരു നേട്ടം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അദ്ദേഹം ഓരോ ദിവസവും പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേട്ടം ഉണ്ടാക്കണം. അദ്ദേഹം തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഒരാളുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നു. അദ്ദേഹം ആ കല്യാണത്തിൽ പങ്കെടുത്തു, ഗുരുവായൂരിലും തൃപ്രയാറിലും തൊഴുതു. അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദപരമായിട്ടുള്ള വ്യക്തിപരമായ സന്ദർശനത്തിനേക്കാൾ ഉപരിയായി വേറൊരു വിധത്തിലും അതിനെ സ്വാധീനിക്കേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി പോയെടുത്തെല്ലാം BJP തന്നെ ജയിക്കണമെങ്കിൽ എത്ര തവണ പ്രധാനമന്ത്രി കേരളത്തിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ക്യാമ്പയിന് പ്രധാനമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും വന്നു. അതുകൊണ്ട് പ്രധാനമന്ത്രി ഒരു കല്യാണത്തിന് വന്നതുകൊണ്ട് തൃശ്ശൂരിൽ ജയിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് അനാവശ്യമായിട്ടുള്ള സ്വപ്നമാണെന്ന് മാത്രമല്ല, അതിനുവേണ്ടി വെച്ച വെള്ളം വാങ്ങി വയ്ക്കുകയായിരിക്കും നല്ലത്. അങ്ങനെയൊന്നും ആലോചിച്ച് പോകേണ്ടതില്ല. തൃശ്ശൂർക്കാർ അത്ര മോശമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. തൃശ്ശൂർക്കാർ കൃത്യമായ രാഷ്ട്രീയമുള്ളവരാണ്. അവരാ രാഷ്ട്രീയം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കാനുള്ള അവസരം തെരഞ്ഞെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും ഈ വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശമാകില്ല ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ ഇത്ര തവണ വന്ന് സന്ദർശിച്ചു പോയിട്ടും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ട ഒരു കാലത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, തൃശ്ശൂരിൽ അദ്ദേഹം വനിതകളുടെ സമ്മേളനത്തിൽ വരുമ്പോഴെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാത്ത വിധം 2 പാവപ്പെട്ട സ്ത്രീകൾ പൂർണ്ണനഗ്നരായി ആൾക്കൂട്ടാരവത്തിനിടയിൽ ഓടിപ്പിച്ച അനുഭവം ഉണ്ടായതിനെക്കുറിച്ച് ഒന്ന് ഏറ്റുപറയാൻ പോലും തൃശ്ശൂരിൽ തയ്യാറായില്ല. പിന്നെ എന്ത് രാഷ്ട്രീയമാണ് പ്രധാനമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും പ്രധാനമന്ത്രി ഈ BJP വിജയത്തിന് ആസ്പദമാക്കി പറയുന്നതും അതിലൊന്നും ഒരു കാര്യമില്ല. രാഷ്ട്രീയമാണ് ജനങ്ങൾ ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾ തുടർച്ചയായി വേട്ടയാടപ്പെടുന്ന, പൂർണ്ണനഗ്നരായി സ്ത്രീകൾക്ക് തെരുവുകളിൽ ഓടേണ്ടി വരുന്ന ഒരു രാജ്യത്ത് സൃഷ്ടിച്ചതിൻ്റെ പേരിൽ എന്ത് പിന്തുണയാണ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ രാജ്യത്തെ ഗവൺമെൻറ്റിന് ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത്? അതൊക്കെ തൃശ്ശൂർക്കാരെ തെറ്റിദ്ധരിക്കലാണ്. തൃശ്ശൂർക്കാർക്ക് നല്ല രാഷ്ട്രീയമുണ്ട്, അത് പുരോഗമന രാഷ്ട്രീയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പ്രധാനമന്ത്രി തൃശ്ശൂരിൽ മത്സരിക്കാൻ വന്നാലും തയ്യാറാണ് എന്നൊരു വെല്ലുവിളി അദ്ദേഹം നടത്തിയിരുന്നു. പ്രധാനമന്ത്രി വന്നാലും നേരിടാനുള്ള മാറ്റമാണ്. അല്ല, അദ്ദേഹത്തിന് ശുഭാപ്തി വിശ്വാസമുള്ളത് നല്ലതാണ്. ഞങ്ങൾക്കും യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള 1275 ബൂത്തുകളിലും കൃത്യമായ കമ്മിറ്റി രൂപീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ആധികാരികമായ നേതൃത്വം നൽകുകയാണ്. കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു പൊതുരാഷ്ട്രീയം കൂടി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരിക്കും വിജയമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഒരുപാട് പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പറഞ്ഞതായിട്ട് കേട്ടു, തൃശ്ശൂരിൽ ഏതോ ഞങ്ങളും BJPയും തമ്മിലാണ് അങ്ങനെയൊരു മത്സരം നടക്കാൻ പോകുന്നത്. കണ്ണുപൊട്ടന്മാർ പോലും പറയാത്ത, രാഷ്ട്രീയ നിരീക്ഷണം ഗൗരവമായി നടത്തുന്ന ഒരാളും പറയാത്ത വളരെ നിരുത്തരവാദിത്തപരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചൊരു ഘട്ടമാണ്. KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയകാര്യ സമിതിയും പറയണം, ഈ തൃശ്ശൂരിൽ UDFും BJPയും തമ്മിലാണ് മത്സരം എന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം കരുതുന്നുണ്ടോ? ഒരു MP വളരെ നിരുത്തരവാദിത്തപരമായ ഒരു പ്രസ്താവന നടത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം അത് തുടരുകയാണ്. കേരളത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDFും BJPയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് എന്ന നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് പുതിയതായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. അത് ആ രാഷ്ട്രീയകാര്യ സമിതിയുടെ അഭിപ്രായമാണോ? ഒരു കാരണവശാലും അങ്ങനെ ഒന്നും തൃശ്ശൂർ ഉണ്ടാകേണ്ട കാര്യമില്ല. തൃശ്ശൂരിൻ്റെ മനസ്സും തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും ഫീൽഡും അറിയുന്ന ആളുകൾക്കറിയാം. ഞങ്ങൾക്ക് മത്സരിക്കാൻ ഇഷ്ടം കോൺഗ്രസിനോടാണ്. കോൺഗ്രസുമായി തന്നെയാണ് കേരളത്തിൽ എല്ലാ സീറ്റുകളിലും 20 സീറ്റുകളിലും മത്സരിക്കുക. അതിലൊരു സീറ്റിലും ഒരു പ്രത്യേകതയില്ല. ഏതെങ്കിലും വിധത്തിലുള്ള വ്യക്തി താല്പര്യമായിരിക്കില്ല തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും ജനാധിപത്യ വേദികളിൽ മാറ്റുരയ്ക്കപ്പെടുക. ഇത്രയും നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രസ്താവനകളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് ഗുണകരമാണോ എന്ന് വ്യക്തിപരമായി ചിന്തിക്കണം. പക്ഷേ കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ടെങ്കിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണം. കോൺഗ്രസിൻ്റെ നേതൃത്വം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണം. നിങ്ങൾ തമ്മിലാണ് മത്സരം എന്ന് കരുതുന്ന വിധത്തിൽ എന്തെങ്കിലും ഈ തൃശ്ശൂരിൽ നടക്കുന്നുണ്ടോ? എന്തിനാണ് അനാവശ്യമായി BJPയെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ, BJPയോട് ചേർന്ന് നിൽക്കാൻ, ഞങ്ങളും നിങ്ങളും തമ്മിലാണ് മത്സരമെന്ന് പറയാൻ അതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന്
മതനിരപേക്ഷമായിട്ടുള്ള തൃശ്ശൂർ തിരിച്ചറിയും. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുകയും ചെയ്യാം. TN പ്രതാപൻ ചുമരെഴുതരുതെന്ന് തുടരെ പറയുന്നുണ്ട്, പക്ഷെ ആ സമയത്ത് പ്രതാപന് വേണ്ടി ചുമരെഴുതുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞിട്ട് പോലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ അംഗം പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത അണികളാണ്. അപ്പോൾ ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നേതൃത്വവും പറഞ്ഞാൽ അണികൾ എങ്ങനെ കേൾക്കുമെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചു പോകുന്നതിലുള്ള ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്താണ്. ഇത്തരം നാടകമൊന്നുമായിട്ട് അധികകാലം പോകാനാകില്ല. ഇതൊക്കെ കേരളത്തിലെയും തൃശ്ശൂരിലെയും ജനങ്ങൾ കാണുന്നതല്ലേ. ഞങ്ങൾ പറഞ്ഞാലും കേൾക്കാത്ത അണികളെ കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത് എന്നുള്ളതൊരു വീമ്പ് പറച്ചിലായിട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ചാൽ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരു പരാതിയും അത്ര ഗൗരവമായി നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടില്ല. സുരേഷ് ഗോപിയുടെ മകൾക്ക് തന്നെ അരമണിക്കൂറിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടി. ഗുരുവായൂരിൽ അങ്ങനെ പോയ ആർക്കും സാധാരണ കിട്ടലുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് എതിരാളികൾക്ക് പോലും പ്രത്യേക രാഷ്ട്രീയ താല്പര്യമില്ലാതെ കേസ് സ്മാർട്ട് അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതിൽ പിന്നെ വളരെ സന്തോഷമുണ്ട്. കേസ് സ്മാർട്ട് ഒരു പുതിയ സൗകര്യമാണ്. അത് നന്നായി പോകുന്നുമുണ്ട്.